ഹലോ ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ആ ന്യൂസ് സെഷൻ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഓർക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 യൂണിറ്റ് 1 to 9 ഫുള്ളി കംപ്ലീറ്റ് ആയി അല്ലേ? യൂണിറ്റ് 1 to 9 കോൺട്രാക്ട് ആക്ടിൽ വരാൻ 9 യൂണിറ്റിൽ നിന്ന് വരാൻ പോസിബിൾ ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? അത് ക്വസ്റ്റിനും അവർ കണ്ടിട്ടുള്ള ആൻസറും ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ 6, കമ്പനീസ് ആക്ട് ചാപ്റ്റർ 6, അതായത് കമ്പനീസ് ആക്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കമ്പനീസ് ആക്ടിൽ തന്നെ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? വേറെ ഒന്നുമല്ല, കോർപ്പറേറ്റ് വീൽ തിയറിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കമ്പനീസ് ആയിട്ട് പഠിച്ചവർക്ക് മനസ്സിലാവുന്നതാണ്, ഈ കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, അതായത് കമ്പനിയും മെമ്പേഴ്സ് എന്താണ് സെപ്പറേറ്റ് ആണ്. അതായത് കമ്പനിയും മെമ്പേഴ്സിനും ആ ഒരു കമ്പനീൻ്റെ ആക്ടിന് മെമ്പേഴ്സുമായിട്ട് ഒരു ബാധകമല്ല അല്ലേ? കമ്പനി എന്ത് ചെയ്താലും അത് കമ്പനിയുടെ മാത്രമാണ്, അത് മെമ്പേഴ്സായിട്ട് ഒരു എഫക്റ്റും ഇല്ല. അപ്പോൾ ഈ ഒരു ലിഫ്റ്റിംഗ് അല്ല, ഈ ഒരു സംഭവം, അതായത് കമ്പനിയെയും മെമ്പറിനെ സെപ്പറേറ്റ് ആക്കുന്ന ഈ ഒരു പ്രോസസ്സിന്, ഈ ഒരു സെറ്റപ്പിന് പറയുന്ന പേരാണ് എന്ത്? കോർപ്പറേറ്റ് വീൽ എന്നുള്ളത്. ഇപ്പോൾ വീൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സാം ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കേട്ടന് പറയാം. നമ്മുടെ വീട്ടിലെ വിൻഡോസിനൊക്കെ കേട്ടണില്ലേ? അപ്പോൾ ആ ഒരു കേട്ടൺ നമുക്ക് എന്താണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഈ ഒരു കേട്ടൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പനി വേറെ മെമ്പേഴ്സ് വേറെ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ വീട്. അപ്പോൾ ഞാൻ പിന്നെ പറയണമെന്നറിയാം, ഇത് ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാദ്യം പറയണ്ട, അപ്പോൾ ലാഗ് ആക്കട്ടെ, കാരണം പറഞ്ഞുകൊണ്ടിരിക്കും പറയുന്നത് എനിക്കും കേൾക്കും നിങ്ങൾക്കും ബോറാവാൻ ചാൻസ്. അപ്പം ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുന്നത്? കൃഷ്ണ എൻ എസ് എസ് സി വാസ് എ വെൽത്തി മാൻ ഏർണിംഗ് ഹ്യൂജ് ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഹോസ്റ്റലിലെ ഒരു ക്യാരക്ടറാണ് എന്ത്? കൃഷ്ണ. ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂജ് ഇൻകം ഉണ്ട്. എങ്ങനെയാണ്? ഡിവിഡൻഡ് ഉണ്ട് ആൻഡ് അതുമായിട്ട് കണ്ടുള്ള ഇൻട്രസ്റ്റ് ഇയാൾക്കുണ്ട്. ഓക്കെ, he formed 3 private companies and agreed with each to hold a block of investment as an agent for them. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? 3 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇയാൾക്ക് കിട്ടിയ ഈ എമൗണ്ടിൽ എമൗണ്ട് ഡിവിഡൻഡ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? ഇയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് 3 കമ്പനിയിലും ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, the dividend and interest income received by the company was handed back to Krishna was a pretended loan. അപ്പോൾ എന്ത് ചെയ്തു? ഈ കിട്ടിയ ഈ എമൗണ്ടിൽ ഇയാൾ എത്രയാണോ ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തത്, A, B പറഞ്ഞ കമ്പനിയിൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത്, ഈ സെയിം എമൗണ്ട് ഇയാൾ എന്ത് ചെയ്തു? തിരിച്ചെടുത്തു. ആസ് എ ഒരു ലോൺ എന്നുള്ള ഒരു രീതിയിൽ ഇയാൾ എന്ത് ചെയ്തു? തിരിച്ചെടുത്തു. ഓക്കെ, ദിസ് വേ കൃഷ്ണ ഡിവൈഡ്സ് ഹിസ് ഇൻകം ഇൻടു 3 പാർട്ട് ഇൻ എ ബിഡ് ടു റെഡ്യൂസ് ഹിസ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഈ രീതി, അതായത് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോൺ ആക്കി മാറ്റുന്നതോട് കൂടി ഇയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല? ടാക്സ് ലയബിലിറ്റി ഇല്ല. അപ്പം നമ്മൾ ഈ വീഡിയോ കിട്ടുമ്പോൾ സെപ്റ്റംബറിൽ എക്സാം എഴുതി ഇന്ററിലേക്ക് എത്തുന്നവരല്ലേ? അപ്പോൾ ഇന്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി പഠിക്കണം. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് നന്നായിട്ട് മുന്നോട്ടേക്ക് പോകണ്ട. എല്ലാവരും ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഓക്കെ, എന്താ ടാക്സ് ലയബിലിറ്റി എന്നുള്ളത്? ഓക്കെ, ഡിസൈഡ് ഫോർ വാട്ട് പർപ്പസ് 3 കമ്പനീസ് വെയർ എസ്റ്റാബ്ലിഷ്. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എന്തിനു വേണ്ടിയാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, വെദർ ദ ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് ദ 3 കമ്പനി മേ ബി ഡിസ്റിഗാർഡ്. എന്താണ് ലീഗൽ പേഴ്സണാലിറ്റി? ഞാൻ പറഞ്ഞില്ലേ, കമ്പനി വേറെ സെപ്പറേറ്റ് മെമ്പേഴ്സ് വേറെ, ഈ ഒരു പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുമോ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഈ ഒരു ചാർട്ട് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് ഉദ്ദേശിക്കുക? കോർപ്പറേറ്റ് വീൽ തിയറി ആയിട്ട് കാണിച്ചാണ് നമ്മൾ ഇന്ത്യ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒട്ടും വൈകിപ്പിക്കാതെ ആൻസർ ചെയ്യാം അല്ലേ? ഹെഡിങ് കൊടുത്ത് എന്ത് ചെയ്യും? ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ഹെഡിങ് കൊടുത്തു. പ്രൊവിഷൻ ഹെഡിങ് എന്താണ്? ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013, company is a separate legal entity. It means
the existence of company does not affect its members. നമ്മളെന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റി എന്നാണ് പറയുന്നത്. കമ്പനി വേറെ, കമ്പനിയുടെ എക്സിസ്റ്റൻസ് മെമ്പേഴ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, ദിസ് പ്രിൻസിപ്പിൾ ഓഫ് separating members from the company is called corporate will. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതായത് ഈ പ്രോസസ്, ഈ പ്രിൻസിപ്പിൾ, അതായത് ഈ കമ്പനിയും മെമ്പേഴ്സിനെയും സെപ്പറേറ്റ് ആണ് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് എന്ത്, കോർപ്പറേറ്റ് വിൽ. ജനറലി the corporate will won't be disregarded from its സാധാരണ രീതിയിൽ കമ്പനിയുടെ ഈ കോർപ്പറേറ്റ് വീൽ ഒരിക്കലും ഡിസ്റിഗാർഡ്, അതായത് ഡിസ്റിഗാർഡ് എന്ന് ഉദ്ദേശിച്ചാൽ ലിഫ്റ്റ് ചെയ്യത്തില്ല, കമ്പനി കോർപ്പറേറ്റ് ലിഫ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, പെട്ടെന്ന് തുറന്നു നോക്കത്തില്ല. ഓക്കെ, ഇതാണ് മെയിൻലി ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് it does not affects the മെമ്പേഴ്സ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് വീല് മെയിൻലി എന്ത് ചെയ്തില്ല, ലിഫ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻലി മെമ്പേഴ്സിന്, അതായത് കമ്പനിയിലെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് ആരായിക്കോട്ടെ കമ്പനി മെമ്പേഴ്സിനെ അഫക്ട് ചെയ്യത്തില്ല അല്ലേ. ഇതാണ് നമ്മുടെ കോർപ്പറേറ്റ് വീലിൻ്റെ മെയിൻ മോട്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് നമ്മൾ ഈ ക്വസ്റ്റിലേക്ക് വരുന്നതാണ്. ബട്ട് there are certain exemptions to this കോൺസെപ്റ്റ്. അതായത് ഈ കോർപ്പറേറ്റ് വീലിന് ഒരു സം എക്സംഷൻസ്, അതായത് സംടൈംസ് ഈ കോർപ്പറേറ്റ് വീലിൽ ഈ കേട്ടൺ ലിഫ്റ്റ് ചെയ്താൽ അത് മെമ്പേഴ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഈ എക്സംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ ഈ എക്സംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംടൈംസ് മെമ്പേഴ്സിനെ എഫക്ട് ചെയ്തേക്കാം. ആൻഡ് വൺ ഓഫ് അല്ല വൺ ഓഫ് ദ ആൻഡ് വൺ ഓഫ് them is the exception ഒന്നെന്ന് വെച്ചാൽ is company formed for the purpose of protecting revenue. അതായത് നമ്മൾ പറഞ്ഞതാണ് സംടൈംസ് എന്ത് ചെയ്യുന്നത്, കോർപ്പറേറ്റ് ഇവർ ലിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലിഫ്റ്റ് ചെയ്യുന്ന ഈ കുറേ എക്സെപ്ഷൻ, ഒരു എക്സെപ്ഷനാണ് എന്ത്, കമ്പനി സ്റ്റാർട്ട് ചെയ്യും എന്തിനു വേണ്ടിയിട്ട്, താങ്കളുടെ അതായത് അവരുടെ റവന്യൂ, അതായത് അവരുടെ ഇൻകം സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഫോം ചെയ്തതെങ്കിൽ എന്ത് ചെയ്യും, ഈ കോർപ്പറേറ്റ് ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രൊവിഷൻ കൊടുത്തുന്ന കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇറ്റ് മീൻസ് the existence of company does not affect its members. This principle of separating members from the company is called corporate will. Generally, the corporate will won't be disregarded. Okay, but there are certain exemptions, and one of them is company formed for the purpose of protecting റവന്യൂ. ഇതാണ് നമ്മുടെ കീവേഡ്സ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം, ഫാക്ട് എഴുതാം. എന്താണ് ഇൻ ദിസ് കേസ്, കൃഷ്ണ is an SSC earning huge income by way of dividend and interest. Okay, in order to protect his revenue, he formed 3 companies and invested such amount which received by way of dividend and interest. After investing, he took back
സെയിം എമൗണ്ട് ബൈ വേ ഓഫ് റിട്ടേൺ ലോൺ. അല്ല, അപ്പോൾ ഈ കേസിൽ കൃഷ്ണദാസിന് ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ടാക്സ് ചെയ്ത് റവന്യൂ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇയാൾ എന്ത് ചെയ്തു, കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് ലോൺ എന്നുള്ള രീതി ഇയാൾക്ക് തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇയാൾ എന്താ, ബൈ ഡൂയിങ് ദിസ് he is saved from tax liability. ഓക്കെ, അയാൾക്ക് ടാക്സ് എടുക്കേണ്ടി വന്നില്ല. ഇതാണ് നമ്മുടെ അനാലിസിസും പ്രൊവിഷനും വരുന്നത്. അപ്പം കൺക്ലൂഷൻ എന്താണ്, കൺക്ലൂഷൻ ഉദ്ദേശിക്കുന്നത്, സിൻസ് the formation of the three companies by Krishna is to evade tax evade, the corporate will be lifted. അതായത് കോർപ്പറേറ്റ് പേര് ലിഫ്റ്റ് ചെയ്യപ്പെടും. അതായത് that is here Krishna can't claim that company is a separate legal entity and he eventually Krishna have to pay tax. അപ്പോൾ ടാക്സ് അടക്കണം. ഓക്കെ, ടാക്സ് for his income. അപ്പം എന്ത് ചെയ്യണം, since the formation of the three company by Krishna is to evade tax, the corporate will be lifted. That is, here Krishna can't claim the company separate legal entity and he have to pay tax for his income. And അപ്പോൾ എന്ത് ചെയ്യണം, ഈ കേസ് നമ്മൾ എന്ത് ചെയ്യണം, ത്രീ കമ്പനി ഫോം ചെയ്തത് ടാക്സ് ഇയാളുടെ റവന്യൂ, ഇയാളുടെ ഇൻകം പ്രൊട്ടക്ട് ചെയ്യാനായത് കൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇയാളുടെ എന്ത് ചെയ്യണം, ഇയാളുടെ ഈ ഇൻകം, അതായത് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ട് ഇല്ല, അതിന് ടാക്സ് അടച്ചിരിക്കണം. അപ്പം നമ്മൾ കമ്പനീസ് ആക്ടിലെല്ലാം വരികയാണ്, നമ്മൾ കുറേ കേസ് തിയറീസ് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കേസ് തിയറീസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു കേസ് തിയറി, ഈ ക്വസ്റ്റനായിട്ട് കണ്ട സിമിലർ കേസ് തിയറി ആണ് എന്ത്, സർ ദിൻഷോ മാനർജി പെറ്റിറ്റ്. ഈ ഒരു ലീഡിങ് കേസ് തിയറി ആണ് എന്ത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഈ സെയിം കേസ് തന്നെ എന്തിട്ടുണ്ട്, ഇയാളുടെ കേസിൽ വന്നിട്ടുണ്ട്. സർ ദിൻഷോ മാനർജി പെറ്റിറ്റ് എന്ന് പറഞ്ഞ ആളുടെ കേസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യനും ആൻസറും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതും ആൻസർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. A company on being incorporated acquires separate legal existence. Its existence is distinct and separate from its members. This principle of separate legal entity may be referred to as wheel of corporation. ഇൻകോർപ്പറേറ്റ് കോർപ്പറേറ്റ് വീൽ എന്താണ് എന്ന് പറയുന്നതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, generally the law does not disregard this corporate will and does not concern itself directly with members or directors of the company. Generally corporate ലിഫ്റ്റ് ചെയ്യത്തില്ല, അത് നമ്മൾ കറക്റ്റ്ലി എഴുതിയിട്ടുണ്ട്. ഓക്കെ, however in certain exemption case the law shall disregard the corporate entity and pay regard the realities behind the legal facade. And one of the circumstances where the corporate lifted is to protect the revenue of the government. അതായത് നമ്മൾ സാധാരണ ഇത് പറഞ്ഞാൽ കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ സം കേസിൽ നമ്മൾ എന്ത് ചെയ്യും, കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യും. അതിലൊന്നാണ് എന്ത്, ഈ എമൗണ്ട് ലിഫ്റ്റ് ചെയ്യുന്ന ഈ കമ്പനിയുടെ ഫോം ചെയ്ത പേർപ്പസ് എന്നുള്ളത് കമ്പനിക്ക് കൊടുക്കേണ്ട റവന്യൂ പ്രൊട്ടക്റ്റ്, അതായത് കമ്പനി കൊടുക്കേണ്ട ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യും, ഈ കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്തിട്ട് ആ കമ്പനിയുടെ പിറകിൽ ആരാണോ ഉള്ളത് ആൾക്ക് ഇത് ലയബിലിറ്റി ആകും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, പ്രൊവിഷൻ എഴുതി ഫാക്റ്റിലേക്ക് പോയി. എന്താണ്, നമ്മൾ സാധാരണ ഫാക്റ്റ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ കണക്റ്റഡ് ആയിരിക്കണം. എന്താണ്,
Krishna has the own huge income, formed 3 companies and agreed to hold the investment as an agent and received back the dividend income as per with the intention to reduce his tax liability. നമ്മളെന്തോ ഇതൊക്കെ ഫാക്ടിൽ വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. ഇനി കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ, thus it is evident that the 3 companies have been incorporated to MEA, serving as a mean to evade tax by Krishna, and the correlation shall be lifted and separate entity shall be disregarded. എന്ത് ചെയ്യും? കോർപ്പറേറ്റ് ഫീൽ ലിഫ്റ്റ് ചെയ്യും, സെപ്പറേറ്റ് ലീഗലായിട്ട് ഡിസ്റിഗാർഡ് ചെയ്യും. നമ്മളുടെ ക്വസ്റ്റിൽ ചോദിച്ചതല്ല ഡിസ്റിഗാർഡ് ചെയ്യോ ഇല്ല ചോദിച്ചത്. അപ്പോൾ ചെയ്യുമെന്ന് വൃത്തിക്ക് നമ്മൾ നിന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് എന്താണ് കോർപ്പറേറ്റ് ഫീൽ ലിഫ്റ്റഡ് ഡിസ്റിഗാർഡ് ചെയ്യപ്പെടും. ഓക്കെ. And the Krishna, he shall be liable to pay tax. The dividend income shall be deemed to that of Krishna and he shall be liable to pay tax. ആദ്യം ആരുടെ ഇംഗത്തിന് പേ ടാക്സ് അടച്ചിരിക്കണം. ലീഡിങ് കേസ് എന്താണ്? സർ ദിനുഷ മനക്ജി പേറ്റന്റ് ലീഡിങ് കേസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസറും ഫുള്ളി കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതോടുകൂടി നമുക്ക് ഈസിലി 5 മാർക്സ് നമുക്ക് കിട്ടും. ഓക്കെ, 5 അല്ലെങ്കിൽ എത്ര മാർക്കിനാണ് ചോദിച്ചാൽ അത്ര മാർക്ക് കിട്ടും. അപ്പോൾ ഇതോടുകൂടി ഇന്ന സെഷന് നമുക്കത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു മടിയും വേണ്ട, കമൻറ്റ് ചെയ്യാം. ഇൻ കേസ് വേറെ ഏതെങ്കിലും ചാപ്റ്ററുമായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒട്ടും മടിക്കാതെ ഡൗട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷൻ നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു ടോപ്പിക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ജാസിർ വൈൻഡിങ് അപ്പ്. ടാറ്റ, ബൈ ബൈ.